എൻ്റെ ആങ്ങളെ പറയുന്ന വോയിസ് ഉണ്ട്. എൻ്റെ ആങ്ങളെ പറയുന്ന വോയിസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം അതെന്താണ് എന്നുള്ളത്. അപ്പോ ഇവൻ ഓരോ വോയിസ് ഉണ്ടാക്കി വിടുന്നതും അതൊന്നും നമ്മൾ മെയിൻ ചെയ്യണ്ട. പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ ആരാണ് ശരിയെന്നുണ്ട് പടച്ച റബ്ബിന് അറിയാലോ. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി. ഓനെ ഇനിയിപ്പോ എന്ത് വോയിസ് ഉണ്ടാക്കി വിട്ടാലും നമ്മളെ മെയിൻ ചെയ്യണ്ടായി. കാരണം ഓന് മറുപടി കൊടുത്തിരിക്കാമല്ലോ ഓൻ എത്രത്തോളം മോശപ്പെട്ടവനാണെന്നുള്ളത് നമ്മുടെ നാട്ടിലറിയാലോ. ഇപ്പൊ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ അടുത്തൊരു വീഡിയോ വന്നു. ക്യാപ്ഷൻ ഇതാണ്: എൻ്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞത്. എൻ്റെ മരണമല്ല, വേറൊരു വ്യക്തിൻ്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് പറഞ്ഞത്. ഞാൻ ഒരാളെ മരണത്തിന് ഉത്തരവാദിയായിട്ട് ഞാൻ ഇരിക്കുന്നൊന്നുമില്ല. ഈ ചെയ്യുന്ന വീഡിയോസിനൊക്കെ വ്യക്തമായിട്ട് ക്ലാരിറ്റി വേണം കേട്ടോ. ഇപ്പം ആരാണെങ്കിലും ഇപ്പം അവളിപ്പോൾ കാണിച്ചിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച നുണ പടച്ചിറക്കുന്ന സംഭവം. എന്തിനാ ഈ നുണ പടച്ചിറക്കുന്നത് എനിക്കറിയില്ല. ഇവളെ മരണത്തിന് അഥവാ ഇനി മരിക്കുകയാണെങ്കിൽ തന്നെ മരണത്തിന് ഉത്തരവാദി ആരാണെന്ന് അറിയോ? ഇവളൊരു ചെറിയ ആങ്ങള PT സിറാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അവനാണ് ഈ ബന്ധം ഇത്രത്തോളം വഷളാക്കിയിട്ടുള്ളത്. മാന്യമായിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പാടില്ല. ഓള് പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ നിന്ന് കുറേ അവിഹിതങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നുള്ളത്. ഓക്കെ, ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ കിടക്കുന്ന ഒരു ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ നീ നിൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന കാര്യം ഞാൻ ചെയ്യാൻ റെഡിയാണ്. നീ പറയുന്ന കാര്യം മനസ്സിലായോ? ഈ പറയുന്ന ഏതൊരു കണ്ണൂരുകാരത്തിൻ്റെ ചാറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് ആ ചാറ്റിൻ്റെ മുകൾ ഭാഗം ഒന്ന് വായിച്ച് നോക്കുക. അങ്ങനത്തെ ആരത്തെങ്കിലും ഉണ്ടെങ്കിൽ മുകൾ ഭാഗം വായിച്ച് നോക്കുക. ഏതോ ഒരു പെണ്ണിൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് ചാറ്റിങ് തുടങ്ങുന്നത്. പിന്നീട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭുണ്ടായ എനിക്ക് ചിരിയാണ് വരുന്ന സംഭവം. എനിവേ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇവിടെ ആങ്ങളെ പറയുന്ന വോയിസ് എന്ന് പറഞ്ഞിട്ടൊരു വോയിസ് കേൾപ്പിച്ചല്ലോ. എങ്ങനെ ഇപ്പോൾ അവള് റെഡി ആയത് എനിക്കറിയുമോ? അവളെയും കൊണ്ട് മറ്റേ ഈ സൈക്കാട്രിസ്റ്റിനെ ഇനി അവളോട് ഇതിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യരുത്. സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് ശരിയായിട്ടാണ് അവളെ മൈൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമേ ഓളെ പിരാന്ത് കണ്ടപ്പോൾ, സർവ്വത്തിനോടുള്ള പിരാന്ത് കണ്ടപ്പോൾ തന്നെ കരുതിയാണ് ഓക്കെ പഴയ പ്രശ്നം വീണ്ടും വന്നിക്കണമെന്നുള്ളത്. പക്ഷേ നിങ്ങളെല്ലാവരും ഓക്ക് എതിരായി നിന്നു. ഞാൻ എന്തായാലും കുറിച്ച് ഞാൻ ചെന്നിട്ട് എന്തെങ്കിലും കാട്ടിയിട്ട് ഡോക്ടറെ കാണിച്ചിരുന്നാണ്. ഇപ്പം ഞാൻ സോപ്പിട്ട് കാണിച്ച് റെഡിയായി. എന്നാലും ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഗുളിക കുടിച്ചില്ല. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ ഓളോട് സംസാരിക്കാനേ പാടില്ല ഈ കാര്യം. അപ്പം എങ്ങനെ ഇനി വെളുപ്പിക്കാൻ പറ്റുമോ? എങ്ങനെ രണ്ടാം അതിനനുസരിച്ച് ചെയ്യാം. ഓള് ചെയ്യാന്ന് പറഞ്ഞു. വളർന്ന് വന്ന് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പം ഇജ്ജ് എൻ്റെ അടുത്ത് വന്ന് തെറ്റി, ഇജ്ജും തിരിച്ച്. ഒരു കാര്യങ്ങൾ രണ്ടാളും ഇനി മനസ്സിലായിക്കോളി. ഞാനിതിന് കൂട്ടി നിൽക്കാന്നല്ലാന്ന് എൻ്റെ ഫോട്ടോ ഇട്ടിട്ടാണെങ്കിൽ അന്ന് ഇങ്ങനെ തൈന് അത് അങ്ങനെ പൊയ്ക്കോട്ടെ എന്ന് കരുതിയാൽ മതിയേന്. ഒരു കുഴപ്പമില്ലാതെ ഓക്ക് തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്. അത് എനിക്ക് തന്നെ അറിയാം. ഓള് മറ്റേ പുട്ടുമുട്ടുന്നുള്ളത് ഓള് മാനസികമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഞാൻ ഓളെ മറ്റേ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാനും ഇതിലൊക്കെ പോയിട്ട് നീ വോയിസ് എടുത്താണ്ട് വേറെല്ലോടത്ത് കിടാൻ നിൽക്കണ്ട. അപ്പോൾ മറ്റേ പറഞ്ഞത് ഓളിത് സംഭവിച്ചതും അതിലൊക്കെ ഓള് പറയുന്നുണ്ട്. ഞാൻ ഓന് തമ്മിൽ ബന്ധമുണ്ടായിട്ടൊന്നുമില്ല, ഷെഫീക്കിനെ നഷ്ടപ്പെടരുത് എഴുതിയിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞതെന്നൊക്കെ മൂപ്പരോട് പറയുന്നുണ്ട്. ഇതൊന്നും മറ്റേ ഓളെ ഇതിന് വരുന്നല്ലോ, ഓളെ മനസ്സിലുള്ള നടന്ന കാര്യങ്ങൾ മൂപ്പര് പറയിപ്പിച്ചിരുന്നത്. എന്നിട്ട് അങ്ങനെ ക്ലീനാക്കി ഇരിക്കുന്നത്. ഇനി ഓരോട്ടും ഇങ്ങനെ ചെല്ലാൻ പറഞ്ഞത് ഇങ്ങനെ കാക്കെടുത്തിക്കാണ്. എന്നിട്ട് അതിൻ്റെ അടിയിൽ മറ്റേ എൻ്റെ കാട്ടിക്കൂട്ടലും ഇതൊരാണല്ലേ, എനിക്ക് പെണ്ണുങ്ങളെ മാറിയല്ലോ, ആണുങ്ങളെ സ്വഭാവം താനല്ലേ. ഇതേ ആങ്ങളെ പറയുന്ന ഒരു വോയിസ് ഞാനും കൂടി കേൾപ്പിച്ചു തരട്ടെ. ഇതന്നെ. പിന്നെ എന്താ പറയുക, രണ്ടാൾക്കും അങ്ങോട്ടും നല്ല രീതിയിലാക്കിയാണ്ട് സംസാരിച്ചാണ്ട് വീഡിയോ ഇടാൻ പറ്റുന്നൊരു കിട്ടി. എന്നാൽ രണ്ടാൾക്കും നന്നാവും കുട്ടികളെ ഭാവിക്ക്. അതായത് ഇതൊന്നും
മറ്റേ ഇങ്ങനെ നടന്നതല്ല. പക്ഷെ എന്താ വെച്ചാൽ എന്തെങ്കിലും എനിക്ക് എങ്ങനെ കഴിയുന്ന വെച്ചാൽ ചെയ്യാം, ഓളെ കൊണ്ട് ചെയ്യാൻ പറ്റിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം, ഞാനത് ചെയ്യിച്ചാൽ. എന്താ വെച്ചാൽ ആ കുട്ടീൻ്റെ ഭാവി എന്തായാലും നിങ്ങൾ നാസാക്കാൻ പാടില്ല. നിങ്ങളത് എന്തായാലും പോയി രണ്ടാമത് മാറി. നീ നെയിന് വലുതായിട്ട് ഓക്കൊരു ജീവിതം ഇല്ലാതാകാൻ പാടില്ല. എന്തായാലും നല്ലാരും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കാണ് ബാധിക്കല്. അങ്ങനെ തന്നെയാണ്. എൻ്റെ വീഡിയോസ് ഡിലീറ്റ് ചെയ്തില്ല കേട്ടോ, മറ്റേതൊക്കെ ഓള് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ നിൽക്കുക. ആ കുട്ടീനെ വിളിച്ചാണ്ട് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇത് സംസാരിക്കരുത്. ഈ കണ്ടോന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക. ഇത് കല്യാണം കഴിച്ച് എന്ത് കാട്ടിയാലും പാടില്ല. ആ കുട്ടികൾക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടെന്നില്ല എനിക്കറിയാം. പക്ഷെ എന്താ വെച്ചാലോ, എൻ്റെ സംസാര രീതിയിൽ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ ആ കുട്ടികളെ നല്ല രീതിയിൽ വളർത്ത്. നിങ്ങൾ രണ്ടാളെയും മാറി ആക്കാതെ നല്ല രീതിയിൽ. കാരണം ഒരു കാര്യം കൊണ്ടും ചെയ്യണം, അവളെ കുറിച്ച് നല്ലത് പറഞ്ഞു കണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അവള് തെറ്റുകാരല്ല, ഇത് തെറ്റുകാരനല്ല, നിങ്ങൾ രണ്ടാളും വീടിയാണ്. ഏത് രീതിയിലായാലും എങ്ങനെ ചെയ്യേണ്ട വെച്ചാൽ പറഞ്ഞാൽ മതി. അത് ഓളെ കൊണ്ട് ഞാൻ ചെയ്യിച്ചോണ്ട്, എന്നിട്ട് ഇനി ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചുകൊണ്ട് ഒറ്റയ്ക്കാണെങ്കിലും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ നിങ്ങൾ തമ്മിൽ നിർത്തുക. ഒഴിവാക്കുക. ഇതും കൂടി ചെയ്യണം, നിർബന്ധമായിട്ടും ചെയ്യണം. എൻ്റെ നൈനുവിനെ ഓർത്ത്, എൻ്റെ ഫാത്തിനെയും മറ്റേ ഐസുവിനെ ഓർത്തല്ല, നൈനുവിനെ ഓർത്ത്. നൈനു എന്ന് പറയുന്നത് പെൺകുട്ടിയാണ് എന്നുള്ളത് നിങ്ങൾ രണ്ടാളും മനസ്സിലാക്കണം. ഞാൻ എന്താ ഓളെ വാത്തിക്കണേ നിന്നീനെന്താ? എനിക്ക് സത്യത്തിന് എന്നോട് വെറുപ്പ് തന്നെയാണ്. പക്ഷെ ആ കുട്ടിൻ്റെ കാര്യം ആലോചിക്കണായിരുന്നു, രണ്ടാളും ആലോചിക്കണായിരുന്നു. ഞാൻ ഓളോട് കുറേ പ്രാവശ്യം പറയണേ, കേൾക്കൂലല്ലോ, ഇജും കേൾക്കൂല ഓളും കേൾക്കൂല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? ഓൾക്ക് അങ്ങനെയാണ്. ഓൾക്ക് പിന്നെ മാനസിക പ്രശ്നമുണ്ട്. എനിക്കതുണ്ടോ? മാനസിക രോഗം തന്നെ ഉണ്ട്, അവൾക്ക് ഉണ്ടായിനാണ്. പക്ഷെ അതൊന്നും മനസ്സിലാക്കണം. ഏതായാലും അത് ശരിയാവും ഇൻഷാ അല്ലാഹ്. നല്ല രീതിക്ക് എത്തട്ടെ. കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പുറകെ പോകാൻ ഒരു സമയമില്ലാത്ത വ്യക്തിയാണ്, ഒരു സമയവുമില്ല. മക്കളെ കിട്ടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. മക്കളെ ഞാൻ കാണിച്ചു കൊടുക്കും. ഇതിൽ തന്നെ ഉണ്ട്. സ്വന്തം ആങ്ങളോട് ഞാൻ പറയുകയാണ്, സുമിനോട് വിളിക്കാൻ വേണ്ടി പറ, അത് എക്സ് വൈഫിനോട് വിളിക്കാൻ വേണ്ടി പറ, പക്ഷേ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് വിളിക്കുന്നത് എന്ന് പറഞ്ഞപ്പം സ്വന്തം ആങ്ങളെ പറഞ്ഞൊരു കാര്യമാണ് അവൾ റെക്കോർഡ് ചെയ്യുന്നത്. കാരണം ആ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അവൾ കണ്ട ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു മുൻപ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വീഡിയോ കോൾ ചെയ്തോ, പക്ഷെ റെക്കോർഡ് ചെയ്താൽ പിന്നെ ഞാൻ മക്കളെ കാണിച്ചു തരില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള വ്യക്തമായിട്ടുള്ള പ്രൂഫാണ്. സ്വന്തം ആങ്ങളെ തന്നെ പ്രൊഫൈൽ കാണിച്ചു തരുന്ന സംഭവമാണ്. ഇനി ആങ്ങളെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാനൊരിക്കലും ഇവളെ ഉപദ്രവിക്കാനോ ഇല്ലെങ്കിൽ എനിക്ക് ഇവളെ പബ്ലിക്കിൽ ഇതാക്കാനോ ഒന്നും എനിക്ക് ആവശ്യമല്ല സംഭവം. കാരണം എൻ്റെ മക്കളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്, ഒരുപാട് കാലം നല്ല രീതിയിൽ തന്നെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവസാന ഘട്ടത്തിലാണ് നോട്ടം വളരെ മോശമാണ് എന്ന് തോന്നിയപ്പം, അല്ലെങ്കിൽ മക്കളെടുത്ത് കൊണ്ടുപോയപ്പം, മക്കളെയും കൊണ്ട് വാടക വീട്ടിലേക്ക് പോയപ്പോഴൊക്കെയാണ് ഞാൻ എന്ത് ചെയ്തത്, മക്കളെടുത്ത് പോന്നിട്ടുള്ളത്. അല്ലാണ്ട് കല്യാണം കഴിഞ്ഞ ആ സമയം തന്നെ അല്ല. പിന്നെ ഇവൾക്കൊരു സെക്കൻഡ് മാരേജിൻ്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെന്താ പറയുക, ചില മെൻ്റൽ ഇഷ്യൂസ് കാരണമാണ് ഫസ്റ്റ് മാരേജ് ഡിവോഴ്സ് ആവാനുള്ള കാരണം. ഇത് ഞാനല്ല പറയുന്നത്, അവളെ ബ്രദറാണ് പറയുന്നത്. ഓക്കെ, എനിക്കത് കുഴപ്പമില്ല. കാരണം ഞാൻ നോക്കിക്കൊണ്ട്, ഇനിയിപ്പോൾ എന്ത് മെൻ്റൽ പ്രശ്നമാണെങ്കിലും ഞാൻ നോക്കിക്കൊണ്ട്, എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കെട്ടിക്കൊണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഇവളെ വീട്ടിൽ നിന്ന് കെട്ടുന്നത്. അതേ വീട്ടിലുള്ള ആങ്ങളെ തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ.
അപ്പം നുണകൾ പടച്ചിറക്കിക്കും. ഞാനിവിടെ പറയുന്നത് എൻ്റെ അയൽവാസികൾ ചാടിപ്പോയതും എൻ്റെ അയൽവാസികൾ അവിടെ പോയതും ഇവിടെ പോയതും അല്ല ഇവിടെ കാര്യം. ഞാൻ ചെലവിന് കൊടുക്കുന്ന വ്യക്തിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ എൻ്റെ പൊന്നളിയ നീ തെമ്മാടിത്തരം കാണിച്ച് വന്നതല്ല. ഞാനിവിടെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇന്ന് നിൻ്റെ ഒരു അമ്മാവൻ്റെ ഒരു മെസ്സേജ് ഞാൻ കണ്ടു. ധൈര്യം ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് വാ, ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വാ. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാലോ, അത് വരാത്ത. ഇതൊരു ടേബിളിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യം അന്ന് നിൻ്റെ തന്തയും നിൻ്റെ വീട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്തില്ലല്ലോ. എന്താ നിൻ്റെ 5-6 അമ്മാവന്മാരെ ഈ സുമി എന്ന് പറയുന്ന വ്യക്തി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആളല്ലേ? എന്താ നിൻ്റെ പെറ്റ തള്ളനെ കത്തി കാണിച്ചിട്ട് ഇറങ്ങിപ്പോയിക്കോ തള്ള ഇവിടുന്ന് എന്ന് പറഞ്ഞ വ്യക്തിയല്ലേ? അപ്പം നിങ്ങളെ മകൾക്ക് നിങ്ങൾക്ക് അത് ഇത് നിങ്ങളെ പെങ്ങളെ നോക്കുമ്പോൾ ഞാൻ എൻ്റെ മകളെ നോക്കുന്നത്. മക്കള് നിൻ്റെതാണോ? നീ ഇത്ര രോക്ഷം കൊള്ളാൻ മക്കൾ നിൻ്റെതാണോ? നീ ഉണ്ടാക്കിയ മക്കളാണ്. എന്തിനാ മക്കളെ കാര്യത്തിൽ ഇത്ര ബേജാറാവുന്നത്? നീ പറഞ്ഞ വോയിസാണ് ഇതൊക്കെ. ഒന്ന് കേട്ട് നോക്ക്. ഇവൻ പറഞ്ഞ വോയിസ് എല്ലാം അതിലുണ്ട്, തെളിവ് സഹിതം. ഇവനൊക്കെ പൊട്ടനാണ്, മാസം തികയാണ്ട് പ്രസവിച്ചിട്ടുള്ള പൊട്ടൻ. സ്വന്തം തള്ള വരെ പറയുന്നുണ്ട്. സിറാജല്ലേ, അവന് വിവരമില്ല. സ്വന്തം ജ്യേഷ്ഠൻ്റെ വൈഫ് പറയുന്നുണ്ട്. അവൻ ആരാ കണക്കിലെടുക്കുന്നത്? നീയാണ് ഇതൊക്കെ ഇത്രയും വഷളാക്കി വെച്ചത്. ഇല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞാൽ പോലും മാന്യമായിട്ട് നല്ല നല്ല ഫ്രണ്ടായിട്ട് ഇരിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞിട്ടുള്ളൂ. നാട്ടുകാരോട് പറയട്ടോ, ഞാനിത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടുകാരെ മുന്നിൽ വെച്ചിട്ടും എൻ്റെ വീട്ടുകാരെ മുന്നിൽ വെച്ചിട്ടും ഞാനിത് ഈ ബന്ധം വേർപ്പെടുത്തിയതാണ്. എന്നിട്ട് ഞാൻ ഗൾഫിലെത്തിയതിന് ശേഷം ഞാൻ പറഞ്ഞു, അല്ലാണ്ട് കട്ടെടുത്ത് കൊണ്ടുവന്നൊന്നല്ല. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അടിച്ചങ്ങോട്ട് ഇറക്കുക, യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടി അടിച്ചിറക്കുക. ഞാൻ പറഞ്ഞ് പബ്ലിക്കിൽ കൊണ്ടുപോയിട്ട് തോന്നിവാസം ചെയ്യല്ലേ, നിനക്കൊരു കരിയറുണ്ട്, നീ ഒരു നേഴ്സാണ്, കരിയറുണ്ട്, പബ്ലിക്കിൽ ഇറങ്ങി നടക്കണം. ഞാനൊരാണാണ്, നീ എന്നെ എന്ത് പറഞ്ഞാലും ഞാൻ ഇതിൽ കൂടെ കേട്ട് ഇതിൽ കൂടെ വിടും. പക്ഷെ നീ ഒരു പെണ്ണാണ്, ശ്രദ്ധിച്ച് നടക്ക് എന്ന് 1000 വട്ടം പറഞ്ഞതാ. അതൊന്നും 34 അത് കേൾക്കൂല, അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. നീ ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്യടാ, നീ ഇങ്ങോട്ട് ചെയ്യടാ, നിന്നെ ഞാൻ കൊല്ലുവടാ. നീ വന്ന് കൊല്ലു. പിന്നെ നല്ലൊരു കരിയറുണ്ട്, നഷ്ടപ്പെടുത്തണ്ട. മാന്യമായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, നീ ഡിവോഴ്സ് ചെയ്തിട്ട് നിൻ്റെ ഉമ്മാൻ്റെ 10 സെൻറ്റ് സ്ഥലം നീ നിൻ്റെ പേരിൽ എൻ്റെ മക്കളെ പേരിൽ എഴുതി വെച്ചാൽ നിനക്ക് നീ പറയുന്ന ഡേറ്റിന് ഞാൻ നിനക്ക് അതിലൊരു വീടുണ്ടാക്കി തരും. നീ മക്കളെ മാന്യമായിട്ട് നോക്കിക്കോ. പക്ഷെ ഡിവോഴ്സ് ചെയ്യണം, അത് നീ തന്നെ ചെയ്യണം. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷർപ്പിക്കണം. ഞാൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്, ഞാൻ ഡിവോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുന്നു. ഇവൾക്ക് എന്ത് നഷ്ടപരിഹാരം കൊടുക്കാനാ? എൻ്റെ വാപ്പ കയറി പിടിച്ചിട്ടാണോ ഓള് വീട് വിട്ടുപോയത്? എൻ്റെ അനിയന്മാർ കയറി പിടിച്ചിട്ടാണോ വീട് വിട്ടുപോയത്? എൻ്റെ വീട്ടുകാർ ശരിയല്ലാത്തതുകൊണ്ടാണോ വീട് വിട്ടുപോയത്? അല്ല, ഞാൻ ചിലവിന് കൊടുത്ത് ഞാൻ തീറ്റിപ്പോറ്റി 7 മാസത്തെ ചിലവിന് പൈസ കൊടുക്കാത്തതാണ് എനിക്ക് വേണ്ടത് ബില്ല്. എൻ്റെ അടുത്തുണ്ട്, ഞാൻ അയച്ചു തരുന്ന ബില്ല്. അളിയനോടും കൂടിയാണ് പറയണത്. ഞാൻ നിൻ്റെ പെങ്ങൾക്ക് അയച്ചു കൊടുത്ത ഓരോ മാസം ചിലവിന് പൈസ കൊടുത്തിട്ടുള്ള ബില്ല് എൻ്റെ അടുത്തുണ്ട്. എനിക്ക് വേണോ? വേണമെങ്കിൽ അതും ഞാൻ തരും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, ഒരുത്തൻ്റെ കൂടെ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ കൂടെ പോയി. അവൻ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പല തെമ്മാടിത്തരം എനിക്കെതിരെ ചെയ്ത് 4 മാസം പ്രസവിച്ച് 4 മാസമായിട്ടുള്ള കുട്ടീനെ വരെ അവൾ കോടതി കയറ്റിയതാണ്. മനസ്സിലായോ? പിന്നെ എൻ്റെ പൊന്നാര അളിയനോട് പറയുന്നത്, അളിയാ എൻ്റെ ഫോണിൽ ഒരു മെസ്സേജും അയക്കണ്ട, അയച്ചതൊക്കെ റെക്കോർഡാണ്. നിനക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എൻ്റെ അടുത്ത് ഉള്ളത്. അതുകൊണ്ട് നീ മെസ്സേജ് അയക്കല്ലേ. നീ ഓക്കെ അയച്ച മെസ്സേജാണ് ഇപ്പോൾ ഇവിടെ ഞാൻ പബ്ലിക് ആക്കുന്നത്. ഇത് നീ ആ തെമ്മാടിത്തരം ചെയ്തുകൊണ്ട് മാത്രമാണ്, അതായത് എക്സ് വൈഫായിട്ടുള്ള സുമിൻ്റെ അക്കൗണ്ടിൽ നിൻ്റെ ഒരു വോയിസ് വന്നുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് പബ്ലിക് ആക്കുന്നത്. പിന്നെ നഷ്ടപരിഹാരത്തിൻ്റെ കാര്യം മാന്യമായിട്ട് നോക്കിക്കൊണ്ട് നടന്നതിന് ഞാൻ എനിക്ക് നഷ്ടപരിഹാരം തരണമെന്നുണ്ടെങ്കിൽ അത് കുറച്ച് പുളിക്കും. അതാണ് കാരണം. അപ്പോൾ മാന്യമായിട്ട് എന്ത് ചെയ്യുക, നിൻ്റെ വീഡിയോസ് ഞാൻ പണ്ടേ പറയുന്നുണ്ട് ഇവളോട്, നീയും നിൻ്റെ അടുത്തുള്ള മോനും വീഡിയോ ഇട്ടോ. എന്തിന്? എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്
എന്തിന് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നെ കല്യാണം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്, എന്നെ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടെങ്കിൽ അവരെന്നെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട്, എന്തിന് നീ ഇങ്ങനത്തെ തെമ്മാടിത്തരം കാണിക്കുന്നത്? എന്തിന്? ഇപ്പോൾ ഒരു ക്യാപ്ഷൻ ഇട്ട് ഞാൻ ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനാണ് ഉത്തരവാദി. നീ ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീയും നിൻ്റെ വീട്ടുകാരും മാത്രമേ ഉത്തരവാദിയുള്ളൂ. നിന്നെ നോക്കേണ്ട എക്സ്ട്രീം ലെവലിൽ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊന്നും ഇല്ലാത്ത എത്രയോ ആളുകളുണ്ടെന്ന് അറിയും. ഈ ഒരു നോട്ടം പോലും കിട്ടാത്ത എന്തോരം ആളുകളുണ്ടെന്ന് അറിയും. ഒരു തവണ വന്നിട്ട് പോലും നിന്നെ ഞാൻ കള്ളുപിടിച്ചിട്ട് അടിച്ചിട്ടുണ്ടാകും. ഒരു തവണ പോലും നിന്നെ ഞാൻ ജീവിതത്തിൽ ചോദിച്ചു നോക്കണം, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ വടിയെടുത്തിട്ടോ അല്ലെങ്കിൽ ഞാൻ തച്ചിട്ടില്ല. അവളെന്താ പറഞ്ഞ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു എൻ്റെ കയ്യിൽ നിന്ന്. വെറും ഞാൻ ഇതിൽ തെറി പറയാൻ ഞാൻ അമ്മാര്. ഓക്കെ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.